നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്നു. 188 പേർ കൂടി മരണത്തിന് കീഴടങ്ങി. രോഗബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 25,820 പേർക്ക് രോഗബാധ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,13,205 സാമ്പിളുകൾ. 37,316 പേർ രോഗമുക്തരായി. കൂടുതൽ രോഗികൾ മലപ്പുറത്ത്. 4,074 പേർക്ക് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 31.53%. 5,502 പേർ രോഗമുക്തി. നിയന്ത്രണം കടുപ്പിച്ച് മലപ്പുറത്ത് ഒറ്റ ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. മെഡിക്കൽ സേവനങ്ങൾ ഒഴികെ മറ്റു മേഖലകളെല്ലാം അടഞ്ഞുകിടന്നു. ജില്ലാ അതിർത്തിയിലും പ്രധാന നിരത്തുകളിലും കർശന പരിശോധന. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ADGP വിജയ് സാക്കറെ. ഞായറാഴ്ച ഏർപ്പെടുത്തിയ നിയന്ത്രണം തിരൂരിലും പൂർണ്ണമായി. കൽപ്പകഞ്ചേരിയിൽ കോടികൾ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടി. പിടിച്ചെടുത്തത് 1 കോടി രൂപയോളം വില മതിക്കുന്ന സിന്തറ്റിക് ഡ്രഗ് വിഭാഗത്തിൽപ്പെടുന്ന MDMA. മരുന്നെത്തിച്ചത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടെന്ന സൂചന. 8-അംഗ സംഘം അറസ്റ്റിൽ. ജില്ലാ കളക്ടറുടെയോ DMOയുടെയോ നിർദ്ദേശമില്ലാതെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വെന്റിലേറ്റർ മാറ്റാൻ ആശുപത്രി അധികൃതർ കൂട്ടുനിന്നതായി DYFI ആരോപണം. വെന്റിലേറ്റർ മാറ്റാൻ കൂട്ടുന്നവർക്കെതിരെ അന്വേഷണം വേണമെന്ന് CPI. താനാളൂരിൽ കോവിഡ് രോഗവ്യാപനം അതിരൂക്ഷം. നിലവിൽ രോഗബാധിതർ 600 കടന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 42%. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ പഞ്ചായത്ത് തല RRT യോഗത്തിൽ തീരുമാനം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നു. ഞായറാഴ്ച 188 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. 25,820 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ രോഗികൾ. 4,074 പേർക്ക് രോഗം ബാധിച്ചു. 24 മണിക്കൂറിടെ 1,13,205 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.81. ആകെ മരണസംഖ്യ 7,358. 37,316 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 25,820 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 4,074, എറണാകുളം 2,823, പാലക്കാട് 2,700, തിരുവനന്തപുരം 2,700, തൃശൂർ 2,506, കൊല്ലം 2,093, കോഴിക്കോട് 1,917, ആലപ്പുഴ 1,727, കോട്ടയം 1,322, കണ്ണൂർ 1,265, ഇടുക്കി 837, പത്തനംതിട്ട 815, കാസർഗോഡ് 555, വയനാട് 486 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,13,205 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.81. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 188 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 7,358 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 177 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നും വന്നവരാണ്. 24,224 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,328 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 91 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 37,316 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 9,56,865 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 3,606 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നുമില്ല. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുമില്ല. നിലവിൽ ആകെ 877 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ജില്ലയിൽ വീണ്ടും 4,000 കടന്ന കോവിഡ് രോഗികൾ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മലപ്പുറത്താണ്. 4,074 പേർക്ക് വൈറസ് ബാധയുണ്ടായി. സമ്പർക്കത്തിലൂടെ 3,943 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 31.53%. 5,502 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഞായറാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 31.53 രേഖപ്പെടുത്തിയത്. 4,074 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 5,502 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് വിമുക്തരായി. ജില്ലയിൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2,15,505 ഞായറാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 3,943 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധിതരായത്. 46 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 6 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 79 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 66,020 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 782 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. മലപ്പുറത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. കർശന പരിശോധനകൾക്ക് ശേഷമാണ് ജില്ലയിലേക്ക് വാഹനങ്ങൾ കടത്തിവിട്ടത്. മെഡിക്കൽ അവശ്യ സേവനങ്ങൾ മാത്രമാണ് പ്രവർത്തിച്ചത്.
ഒരു ദിവസത്തേക്ക് മാത്രമാണ് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ മെയ് 30 വരെ തുടരും. കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഞായറാഴ്ച കൂടുതൽ കർശനമാക്കിയത്. മെഡിക്കൽ സേവനങ്ങൾക്കായുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഞായറാഴ്ച അനുമതിയുള്ളത്. നിയന്ത്രണങ്ങളിൽ നിലവിൽ ഇളവുകളുള്ള മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ അടിയന്തര ചികിത്സക്ക് ആശുപത്രികളിൽ പോകാൻ അനുമതിയുണ്ട്. ഞായറാഴ്ച അനാവശ്യ യാത്രകൾ കർശനമായി തടയുന്നുണ്ട്. അകാരണമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ നിയമ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ജില്ലയിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ടാണ് പരിശോധനകൾ കർശനമാക്കിയിട്ടുള്ളത്. ഒരു വാഹനത്തെയും നടപടി കൂടാതെ വിട്ടയക്കുന്നതല്ല. അതും ശക്തമായ നടപടിയാണ്. ഇനി വാഹനങ്ങൾ പിടിച്ചെടുത്താൽ അത് ബന്ധപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കുന്നതല്ല. അത് കോടതിക്ക് കൈമാറി ആ രീതിയിലുള്ള നടപടിയാണ് ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച വരെയുള്ള എല്ലാവരും വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആരും പുറത്തിറങ്ങുവാൻ പാടുള്ളതല്ല എന്ന് അറിയിക്കുകയാണ്. ജില്ലയിൽ തുടരുന്ന കോവിഡ് നിർവ്യാപന ദൗത്യത്തോട് മികച്ച രീതിയിലാണ് പൊതുജനങ്ങൾ സഹകരിക്കുന്നത്. പാൽ, പാത്രം, പെട്രോൾ പമ്പ് എന്നിവ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഹോട്ടലുകൾക്ക് ഹോം ഡെലിവറി നടത്തുവാനും അനുവാദമുണ്ട്. ചരക്കു ഗതാഗതത്തിന് തടസ്സമുണ്ടാകില്ലെന്നും ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച ഏർപ്പെടുത്തിയ നിയന്ത്രണം തിരൂരിലും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമായിരുന്നു. നഗരങ്ങളും ഉൾപ്രദേശങ്ങളും വിജനമായി. കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച ഏർപ്പെടുത്തിയ നിയന്ത്രണം തിരൂരിൽ പൂർണ്ണമായിരുന്നു. എവിടെയും ഒരു കടകൾ പോലും തുറന്നില്ല. മെഡിക്കൽ ഷോപ്പുകളും പെട്രോൾ പമ്പുകളും മാത്രമാണ് തുറന്നത്. അത്യാവശ്യ ആശുപത്രി ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയത്. പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം പോലീസ് പരിശോധന നടത്തി. കൂടാതെ ഉൾപ്രദേശങ്ങളിലും പോലീസ് വാഹനങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി നിൽക്കുന്ന വിവിധ പഞ്ചായത്തുകൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. ഇവിടങ്ങളിലെ പോക്കറ്റ് റോഡുകൾ അടയ്ക്കുകയും നിയന്ത്രണം കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച നിയന്ത്രണത്തോടെ ജനങ്ങളും പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് ജില്ലാ കളക്ടർ നിയന്ത്രണം പ്രഖ്യാപിച്ചത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ജില്ലയിൽ സാധാരണഗതിയിൽ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ തുറന്നിരുന്നു. എന്നാൽ ഞായറാഴ്ച ഇത്തരം കടകൾ ഉൾപ്പെടെയുള്ളവ അടയ്ക്കാനും പൂർണ്ണമായി നിയന്ത്രണം ഏർപ്പെടുത്താനും ജില്ലാ കളക്ടർ ഉത്തരവിറക്കുകയായിരുന്നു. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 29.94%. മലപ്പുറത്ത് ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ADGP വിജയ് സാഖറെ. ജില്ലയിൽ പോലീസ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ട് ADGP നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മലപ്പുറം ജില്ലയിൽ കോവിഡ് വ്യാപനം ഗുരുതരമായ സാഹചര്യത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. മറ്റു 3 ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കിയപ്പോഴും മലപ്പുറത്ത് രോഗവ്യാപന തോത് കുറയാത്ത സാഹചര്യത്തിലാണ് ട്രിപ്പിൾ പൂട്ട് തുടരാൻ തീരുമാനിച്ചിരുന്നത്. ലോക്ക്ഡൌൺ നീട്ടിയതോടെ നിയന്ത്രണങ്ങളുടെ മേൽനോട്ട ചുമതല ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയ് സാഖറേക്കു സർക്കാർ കൈമാറി. ഇതനുസരിച്ചാണ് സാഖറെ മലപ്പുറത്തെത്തിയത്. മലപ്പുറത്ത് പോലീസ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കാൻ ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു പരിശോധനകൾ നടന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തിയ ADGP സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. IG-യും മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജില്ലയിലെ കുറേ പഞ്ചായത്ത് വാർഡ്സ് അവിടെ TPRന്റെ റേറ്റ് ഏറ്റവും കൂടുതലാണ്. അവിടെ താമസിക്കുന്ന ആൾക്കാർ അവിടെ ഏറ്റവും കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് ആവശ്യമുണ്ട്. ആ ഏരിയയിൽ നമ്മുടെ പ്രത്യേക കോൺസെൻട്രേഷൻ ഉണ്ട്, ഫോക്കസ് ഉണ്ട്. അവിടെ കൂടുതൽ മൊബൈൽ പെട്രോൾസ്, അവിടെ കൂടുതൽ ബീറ്റ് പെട്രോൾസ്, അവിടെ ആരും അനാവശ്യമായ പുറത്തിറങ്ങുന്നില്ല, അത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഏരിയയിലെ ഹോം ഡെലിവറി മാത്രം എസെൻഷ്യൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങാൻ പറ്റും. അതാണ്. രോഗവ്യാപന തോത് കുറഞ്ഞ സാഹചര്യത്തിലാണ് മറ്റു 3 ജില്ലകളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കിയത്. എന്നാൽ മലപ്പുറത്ത് TPR കുറയാത്ത സാഹചര്യം പ്രത്യേകം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. TPR കുറയാത്തതിനാലാണ് മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നീട്ടാൻ ധാരണയായിരുന്നത്. കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമായ ഘട്ടത്തിൽ ഈ മാസം 8 മുതലാണ് സംസ്ഥാനത്താകെ സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചത്. അടച്ചിടൽ ഒരാഴ്ച പിന്നിട്ടപ്പോൾ രോഗവ്യാപനം അതീവ രൂക്ഷമായ മലപ്പുറം, എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഏർപ്പെടുത്തി. ഇതോടെ മലപ്പുറം ഒഴികെയുള്ള 3 ജില്ലകളിൽ രോഗവ്യാപനം കുറവുണ്ടായതോടെയാണ് ഇവിടങ്ങളിലെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കിയത്. ഒരേ മാസ്ക് തുടർച്ചയായി ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഫംഗസിന് കാരണമാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ. തുടർച്ചയായി 2-3 ആഴ്ച ഉപയോഗിക്കുന്നത് ഫംഗസ് ബാധയ്ക്ക് സാധ്യതയേറ്റുന്നു. പ്രമേഹ രോഗികളിൽ രോഗം ഗുരുതരമാകാനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. രാജ്യത്ത് ആശങ്കയ്ക്കിടയാക്കി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ബ്ലാക്ക് ഫംഗസ് രോഗബാധ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പകർച്ചവ്യാധി വിഭാഗത്തിലും ഈ രോഗബാധയെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശവുമുണ്ട്.
ബ്ലാക്ക് ഫംഗസ് ഒരു പുതിയ രോഗമല്ലെന്നും അതേസമയം മുമ്പൊരിക്കലും അത് പകർച്ചവ്യാധി അനുപാതത്തിൽ ഉണ്ടായിട്ടില്ലെന്നും വിദഗ്ധർ പറയുന്നു. അണുബാധയ്ക്കുള്ള കാരണങ്ങൾ ഇവയാണ്: മാസ്ക് 2-3 ആഴ്ചകൾ തുടർച്ചയായി ഉപയോഗിക്കുന്ന ഫംഗസ് വികസിക്കുന്നതിനുള്ള കാരണമായി മാറിയേക്കാം. അതോടൊപ്പം സിലിണ്ടറിൽ നിന്ന് നേരിട്ട് രോഗികൾക്ക് കോൾഡ് ഓക്സിജൻ നൽകുന്നത് വളരെ അപകടകരമാകും. ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികൾക്ക് ബ്ലാക്ക് ഫംഗസ് കുറയ്ക്കുന്നതിനായി ആന്റി ഫംഗസ് മരുന്നായ പോസാകോണസോർ നൽകാം. നിയന്ത്രണാതീതരായി പ്രമേഹമുള്ളവരിലാണ് ഈ രോഗബാധ പൊതുവിൽ അപകടകാരിയായി മാറുന്നത്. അതിനാൽ തന്നെ പ്രമേഹമുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ മുന്നറിയിപ്പ്. ഒരു വശത്ത് അനുഭവപ്പെടുന്ന ശക്തമായ തലവേദന, കണ്ണുകൾക്ക് ചുറ്റും ശക്തമായ വേദന, കാഴ്ച മങ്ങുക, മൂക്കിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ദ്രാവകം പുറത്തുവരിക എന്നതാണ് ബ്ലാക്ക് ഫംഗസിന്റെ ലക്ഷണങ്ങൾ. താനാളൂരിൽ കോവിഡ് രോഗവ്യാപനം അതിരൂക്ഷം. നിലവിൽ രോഗബാധിതർ 600 കടന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 42%. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ പഞ്ചായത്ത് തല RRT യോഗത്തിൽ തീരുമാനം. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം കണ്ടെത്താൻ പരിശോധന കർശനമാക്കാനും തീരുമാനം. താനാളൂർ പഞ്ചായത്തിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പഞ്ചായത്ത് തല RRT യോഗം തീരുമാനിച്ചു. പഞ്ചായത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രസിഡന്റ് K. മല്ലിക ടീച്ചറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. നിലവിൽ രോഗബാധിതരുടെ എണ്ണം 600-ന് മുകളിലാണ്. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം 50-നും 60-നും ഇടയ്ക്കാണ്. 42% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 8 പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടത്. ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചത്. പ്രധാന റോഡ് ഒഴികെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും അടച്ചിടും. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം കണ്ടെത്താൻ 5 മേഖലയാക്കി തിരിച്ച് പ്രത്യേക സ്ക്വാഡുകൾക്ക് രൂപം നൽകി. പോലീസിന്റെ സഹായത്തോടെ മുഴുവൻ വാർഡുകളിലും പരിശോധന നടത്തും. പഞ്ചായത്തിൽ മിക്ക വാർഡുകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമല്ലെന്ന പരാതി ഉയർന്നിരുന്നു. എന്നാൽ അത്തരം പരാതികൾ വസ്തുതാപരമല്ലെന്നും മുഴുവൻ വാർഡുകളിലും ആവശ്യമായ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. നിലവിൽ രോഗബാധിതരെ കൊണ്ടുപോകുന്നതിന് ഒരു ആംബുലൻസ് സേവനമാണുള്ളത്. ഒരു ആംബുലൻസ് കൂടി ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ഇതുകൂടാതെ പ്രൈവറ്റ് വാഹനങ്ങൾ വേറെയുമുണ്ട്. കോവിഡ് പരിശോധനയുടെ എണ്ണം കൂട്ടാനും തീരുമാനിച്ചു. നിലവിൽ ദിവസം 100 പേർക്കാണ് പരിശോധന നടത്തുന്നത്. ഇത് ഇനി മുതൽ ഇരട്ടിയാക്കും. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളോട് ജനങ്ങൾ സഹകരിക്കണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാവണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് V. അബ്ദുറസാഖ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് ബാൽ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് തല RRT അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പോലീസ് ട്രോമ കെയർ വളണ്ടിയർമാർക്ക് സഹായഹസ്തവുമായി MB ടീം നന്മ ഫൗണ്ടേഷൻ. MB ടീം നന്മ ഫൗണ്ടേഷൻ ജില്ലാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് M. വിക്രംകുമാർ വളണ്ടിയർ അമീർ മാടമ്പാട്ടിന് കിറ്റും റെയിൻകോട്ടും നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മഹാമാരിയുടെ 2ാം തരംഗം ആഞ്ഞടിക്കുകയും ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ ജനങ്ങൾ ഒന്നടങ്കം വീടുകളിൽ ഇരിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ പോലീസ് അടക്കമുള്ള വിവിധ സർക്കാർ വകുപ്പുകൾക്കൊപ്പം പൊരിവെയിലും തോരാത്ത മഴയിലും തിരൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ, കോവിഡ് കൺട്രോൾ സെൽ എന്നിവിടങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന 50ഓളം വരുന്ന പോലീസ് ട്രോമ കെയർ വളണ്ടിയർമാർക്കാണ് മിഷൻ ബെറ്റർ ടുമാറോ നന്മ ഫൗണ്ടേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ കിറ്റുകളും റെയിൻകോട്ടുകളും നൽകിയത്. കൂലിവേല ചെയ്ത് നിത്യവൃത്തി കഴിയുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും എന്നത് എടുത്തു പറയേണ്ടതാണ്. തിരൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച MB ടീം നന്മ ഫൗണ്ടേഷൻ ജില്ലാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് M. വിക്രംകുമാർ വളണ്ടിയർ അമീർ മാടമ്പാട്ടിന് കിറ്റും റെയിൻകോട്ടും നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരൂർ സ്റ്റേഷൻ SHO TP ഫർഷാദ്, നന്മ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഇബ്നു വഫ എന്നിവർ പങ്കെടുത്തു. MB ടീം നന്മ നോർത്ത് കേരള റീജിയൻ ചെയർമാൻ ആഷിഖ് കൈനിക്കര, മലപ്പുറം ജില്ലാ ചെയർമാൻ ഡോക്ടർ മുജീബ് റഹ്മാൻ, ട്രഷറർ ബഷീർ ബാബു എന്നിവർ പ്രവർത്തനങ്ങളുടെ ഏകോപനം നിർവഹിച്ചു. തിരൂർ നഗരത്തിൽ ഭക്ഷണം ലഭിക്കാതെ ബുദ്ധിമുട്ടിയ അന്യസംസ്ഥാന തൊഴിലാളികളടക്കമുള്ളവർക്ക് ഒരു വയറൂട്ടാം പദ്ധതിയുടെ ഭാഗമായി ഉച്ചഭക്ഷണവും നൽകി. കോവിഡിന്റെ 1ാം തരംഗത്തിലും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും നന്മ ഫൗണ്ടേഷന്റെ കേരളത്തിലുടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. COVID-19 സേവന മേഖലയിൽ നിറഞ്ഞു നിന്ന് ടീം വെൽഫെയർ. മണ്ഡലം തലത്തിലും മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ച കോവിഡ് രോഗികൾക്ക് ആവശ്യമായ സേവനങ്ങളിൽ സജീവ സാന്നിധ്യമാവുകയാണ് ടീം വെൽഫെയർ. കോവിഡ് റീഹാബിലിറ്റേഷൻ സേവന പ്രവർത്തനങ്ങളിൽ താനൂർ മണ്ഡലത്തിലെ ടീം വെൽഫെയർ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാവുകയാണ്. മണ്ഡലം തലത്തിലും മുനിസിപ്പൽ പഞ്ചായത്ത് തലങ്ങളിലും മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിച്ച കോവിഡ് രോഗികൾക്ക് ആവശ്യമായ സേവനങ്ങളിൽ സജീവ സാന്നിധ്യമാവുകയാണ് ടീം വെൽഫെയർ. കോവിഡ് മുക്തരായ വ്യക്തികളുടെ വീടുകളുടെ അണുനശീകരണം, മരുന്നെത്തിച്ചു നൽകൽ, നിർദ്ധനർക്ക് സൗജന്യമായി മരുന്നെത്തിക്കൽ, ഡോക്ടേഴ്സ് ഹെൽപ്പ് ഡെസ്ക്, ഭക്ഷണ കിറ്റ് വിതരണം, വാക്സിൻ രജിസ്ട്രേഷൻ, കമ്മ്യൂണിറ്റി കിച്ചൺ, പൊതുസ്ഥാപനങ്ങളുടെ ശുചീകരണം, കോവിഡ് രോഗികൾക്കും വാക്സിൻ എടുക്കുന്നവർക്കും വാഹന സൗകര്യം, പഞ്ചായത്ത് തലത്തിൽ RRT വളണ്ടിയർ സേവനം, മയ്യത്ത് പരിപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. കോവിഡ് മുക്തരായ രോഗികളുടെ 38ഓളം വീടുകൾ ടീം വെൽഫെയർ വളണ്ടിയർമാരായ ആദം, സുൽഫിക്കർ, വഹാബ് CMT, വഹാബ് അലാറ്റിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അണുമുക്തമാക്കി. താനൂർ മൂലക്കൽ കോവിഡ് ഹോസ്പിറ്റലിൽ ടീം വെൽഫെയർ മണ്ഡലം ക്യാപ്റ്റൻ MC സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ 15 അംഗ ടീം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. രോഗികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ടീം സജീവമാണ്. കഴിഞ്ഞ ദിവസം ഒഴൂർ ഇലത്തപ്പടിയിൽ പരിചരിക്കാനാളില്ലാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന വൃദ്ധനായ രോഗിക്ക് ആശ്വാസമേകിയുള്ള ടീം വെൽഫെയറിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. കൽപ്പകഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടെത്തിച്ച കോടികൾ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടി.
1 കോടിയോളം രൂപ വിലമതിക്കുന്ന സിന്തറ്റിക് ഡ്രഗ് വിഭാഗത്തിൽപ്പെടുന്ന MDMA പിടികൂടിയത്. 8-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. 8 പേരടങ്ങുന്ന വൻ മയക്കുമരുന്ന് വിതരണ സംഘത്തെയാണ് താനൂർ ഡിവൈഎസ്പി പിടികൂടിയത്. മുഹമ്മദ് ഷബീബ്, മുബാരിസ്, റമീസ്, മുഹമ്മദ് ഇസ്ഹാഖ്, അഹമ്മദ് സലീം, സൈഫുദ്ദീൻ, രഞ്ജിത്ത്, റിയാസ് എന്നിവരാണ് പിടിയിലായവർ. ബാംഗ്ലൂരിൽ നിന്നും വരുന്ന ചരക്ക് വാഹനങ്ങളിലും മെഡിസിൻ കൊണ്ടുവരുന്ന വാഹനങ്ങളിലുമായാണ് പ്രതികൾ മയക്കുമരുന്ന് ജില്ലയിൽ എത്തിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നത്. ഇങ്ങനെ എത്തുന്ന കഞ്ചാവ് മയക്കുമരുന്നുകൾ പ്രതികൾ ചെറിയ പാക്കറ്റുകളാക്കി 500, 2500, 4000 രൂപയുടെ പാക്കറ്റുകളാക്കി ആണ് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന സിന്തറ്റിക് ഡ്രഗ് കൊണ്ടുവരുന്ന സംഘം ആളൊഴിഞ്ഞ സ്ഥലത്ത് സാധനം വെച്ചു അതിന്റെ ഫോട്ടോ, വീഡിയോ എന്നിവ ഏജന്റുമാർക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയും ഏജന്റ് സാധനം എടുത്ത ശേഷം ചെയ്തു കഴിഞ്ഞാൽ ഫോട്ടോ ഡിലീറ്റ് ചെയ്യുകയാണ് രീതി. പണം നൽകുന്നത് ഓൺലൈൻ വഴി മാത്രമാണ്. ശേഷം ഏജന്റ് ചെറിയ പാക്കറ്റുകളിൽ ആക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. ഇത്തരത്തിൽ MDMA ശേഖരിച്ച് പ്രധാന കണ്ണിയായ ഷബീബും കൂട്ടാളികളും കാറിൽ വന്ന മറ്റൊരു ഏജന്റായ മുബാരിസിന് കൈമാറുന്ന സമയത്താണ് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടിയിരുന്നത്. ഇന്നലെ ആ വിവരം കുറച്ചുകൂടെ കൺഫർമേഷൻ ആണെന്നുള്ള നിലയിൽ കിട്ടി. അങ്ങനെ സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും ഈ കാറും വേറൊരു ബുള്ളറ്റും ഉണ്ട്. ബുള്ളറ്റിൽ വന്ന ആൾ, ഇത് വാങ്ങാൻ വന്ന ആളും ഈ കാറിലുണ്ടായിരുന്നവർ ഇത് വിൽക്കാൻ വന്നവരുമായിരുന്നു. കാറിലുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് 87 ഗ്രാം കിട്ടി. മറ്റേ ആളിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ വന്ന ആ ബുള്ളറ്റിൽ വന്ന ആളുടെ കയ്യിൽ നിന്ന് 12 ഗ്രാം. അങ്ങനെ 100 ഗ്രാം എന്ന് പറയുന്ന ഈ മയക്കുമരുന്നാണ് ഇന്നലെ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് അവരെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇത് കേരളത്തിൽ അങ്ങോളം ഉള്ളൊരു വലിയ റാക്കറ്റാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിൻ്റെ പിന്നിലുള്ളവരെ പറ്റി ചില സൂചനകളുണ്ട്. അതെന്തായിരുന്നാലും ഇവിടെ പറയുന്നില്ല. അതേപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നും കാറിൽ നിന്നുമായാണ് കഞ്ചാവും MDMAയും പിടിച്ചെടുത്തത്. ഇവരിൽ നിന്നും കിട്ടിയ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കഞ്ചാവും തമിഴ്നാട് മദ്യവും വിൽപ്പന നടത്തുന്ന സംഘത്തിലെ ഒരാൾ പരപ്പനങ്ങാടി ഭാഗത്ത് വിതരണം ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് മനസ്സിലാകുകയും പ്രതിയായ സൈഫുദ്ദീൻ എന്നയാളെ കഞ്ചാവ് വാങ്ങാനെന്ന വ്യാജേന വിളിച്ചു വരുത്തി അന്വേഷണ സംഘം സാഹസികമായി പിടികൂടുകയും ചെയ്തു. സംഘത്തിലെ മുഴുവൻ പ്രതികളെയും കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചതായി ഡിവൈഎസ്പി MI ഷാജി അറിയിച്ചു. കോവിഡ് 2ാം തരംഗത്തിന്റെ തീവ്രത ഒന്നുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് താനൂർ പ്രദേശം. രോഗവ്യാപനം നിയന്ത്രിക്കാൻ ജില്ലാ ഭരണകൂടം കരുതൽ നടപടികൾ ശക്തമാക്കുമ്പോൾ അതിനോടൊപ്പം കൈകോർക്കുകയാണ് പ്രദേശത്തെ അമൃത വിദ്യാലയവും. അമൃത വിദ്യാലയത്തിൽ ഒരുക്കിയ DCC കേന്ദ്രത്തിൽ ഒരു കോവിഡ് ആശുപത്രിക്ക് സമാനമായ സംവിധാനങ്ങളാണ് താനൂർ നഗരസഭ ഒരുക്കിയിട്ടുള്ളത്. തീരദേശ മേഖലയായ താനൂർ പ്രദേശത്ത് പല ഘടകങ്ങൾ കൊണ്ടും കോവിഡ് രോഗവ്യാപനം അതിതീവ്രമാക്കേണ്ട ഇടമാണ്. പക്ഷേ ജില്ലാ ഭരണകൂടവും താനൂർ നഗരസഭയും എടുത്ത ശക്തമായ പ്രതിരോധ പ്രവർത്തനം ഒന്നുകൊണ്ട് തന്നെയാണ് രോഗവ്യാപനം നിയന്ത്രിച്ചു വരുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കി പൊതുയിടങ്ങൾ ശൂന്യമാക്കി രോഗവ്യാപനം തടയുകയും ഒപ്പം കോവിഡ് പോസിറ്റീവ് ആയവർക്കായി ആശുപത്രികളും ഒപ്പം പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും സജ്ജമാക്കിയാണ് പ്രതിരോധ നടപടി ഊർജിതമാക്കിയത്. ഇതിൽ അമൃത വിദ്യാലയത്തിൽ ഒരുക്കിയ DCC കേന്ദ്രത്തിൽ ഒരു കോവിഡ് ആശുപത്രിക്ക് സമാനമായ സംവിധാനങ്ങളാണ് താനൂർ നഗരസഭ ഒരുക്കിയത്. അമൃത വിദ്യാലയത്തിലെ അതിവിശാലമായ പരിസരവും എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ക്ലാസ് മുറികളും ചികിത്സാ സംവിധാനം ഒരുക്കുന്നതിൽ സഹായകമായതായി താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ പറഞ്ഞു. കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡിൻ്റെ 2ാം വരവ് തീവ്രമായ രീതിയിലാണ് താനൂരും പരിസര പ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രോഗത്തിൻ്റെ തീക്ഷ്ണത ഇത്തിരി കൂടുതലാണ്. കഴിഞ്ഞ 1ാം വേവിനേക്കാൾ കൂടുതലായിട്ട് രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. പ്രയാസപ്പെടുന്ന രോഗികളുടെ എണ്ണവും രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് DCC സെൻറ്റർ എന്ന് പറയുന്നതാണ് അമൃത വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ 50 ബെഡുകൾ അവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അമൃത വിദ്യാലയം എന്ന് പറയുമ്പോൾ നല്ല സൗകര്യമുള്ള ഒരു വിദ്യാലയമാണ്. എല്ലാവിധ സൗകര്യം, വെള്ളത്തിനായാലും പിന്നെ മറ്റെല്ലാവിധ സൗകര്യങ്ങൾക്കായാലും, കറണ്ടായാലും ഗതാഗതത്തിന് പോലും ഓഫീസ് സംവിധാനമാണെങ്കിലൊക്കെ വളരെ വൃത്തിയിലും ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു ആശുപത്രിയുടെ ഒരു ഫീലിലേക്ക് മാറ്റാവുന്ന തരത്തിലേക്ക് പറ്റിയ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് അമൃത വിദ്യാലയത്തെ നമ്മൾ ഇതിനു വേണ്ടി DCC സെൻ്ററിന് വേണ്ടി സെലക്ട് ചെയ്തത്. മാനവസേവ മാധവസേവ തന്നെയാണെന്ന സങ്കല്പത്തിലാണ് അമൃത വിദ്യാലയത്തിന്റെ പ്രവർത്തനവും. നാടിന്റെ ദുരിതമകറ്റാൻ തങ്ങളാൽ ആവുന്നത് ചെയ്യുകയാണെന്ന് സ്കൂൾ അധികൃതരും പറഞ്ഞു. കാരുണ്യത്തിൻ്റെ കർമ്മക്ഷേത്രങ്ങളാണല്ലോ അമ്മയുടെ എല്ലാ സ്ഥാപനങ്ങളും. അതുപോലെ താനൂര് ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും മാതാ അമൃതാനന്ദമയി മഠവും അമൃത വിദ്യാലയവും സർക്കാരിനോടും നഗരസഭയോടും സഹകരിച്ചുകൊണ്ട് എപ്പോഴും നിൽക്കാറുണ്ട്. ഈ കോവിഡ് പ്രതിസന്ധിയിൽ 100ഓളം പേർക്ക് താമസ സൗകര്യത്തിനായി അമൃത വിദ്യാലയം നഗരസഭയ്ക്ക് വിട്ട് നൽകിയിരിക്കുന്നു. മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ഒപ്പം കർമ്മനിരതരായ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും രോഗവ്യാപനം തടയാൻ ഇവരുടെയെല്ലാം കൂട്ടായ ശ്രമം ഫലം കണ്ടു തുടങ്ങുന്നതുവരെ ഒരു കൈക്കുടന്ന സഹായവുമായി ഒപ്പം അമൃത വിദ്യാലയവും കൂടെ ഉണ്ടാകുമെന്നും അധികൃതർ ഉറപ്പു നൽകി.
വെട്ടത്തിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത വീടും പരിസരവും ഫോഗിംഗ് ചെയ്ത് ശുചീകരിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ. പ്രദേശത്തേക്ക് പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പരാതി. വെട്ടത്ത് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത വീടും പരിസരവും യൂത്ത് ലീഗ് പ്രവർത്തകർ അണുനശീകരണം നടത്തി. അരിക്കാഞ്ചിറയിലാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. ഈ വീട്ടിലാണ് യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തിയത്. ഇവിടെ 8 ദിവസം മുമ്പ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യണ്ടായി. പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുകയും സമീപ പ്രദേശത്തെ ആളുകളൊക്കെ വളരെയേറെ പരിഭ്രാന്തിയിലാവുകയും തീർച്ചയായും അവർ ഇവിടെയുള്ള വാർഡ് മെമ്പറെ സമീപിക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്ത്, അതുപോലെ തന്നെ ബ്ലോക്ക്, ഇത്തരം ആളുകളൊക്കെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. പക്ഷേ അവർ അതിൽ വളരെ നിരുത്തരപരമായ നടപടിയാണ് സ്വീകരിച്ചത്. മാത്രമല്ല വേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള നടപടികൾ കൈക്കൊള്ളുവാനോ ഇവിടെ വേണ്ടപ്പെട്ട അധികാരികളോ മെമ്പറോ തുനിഞ്ഞില്ല എന്നുള്ളതിൽ വളരെയേറെ പ്രതിഷേധം ഈ സമീപത്തെ പ്രദേശത്തെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങൾ വേണ്ടപ്പെട്ട അധികാരികൾ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഇതുമായി മുന്നോട്ട് പോകുന്ന സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന വൈറ്റ് ഗാർഡ് പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ കീഴിൽ നടത്തുന്ന വൈറ്റ് ഗാർഡിനെ സമീപിക്കുകയും പര്യാവൃത്തിലുള്ള ഓഫീസിനെ സമീപിച്ചു. അത് പ്രകാരം ഞങ്ങൾ ഇന്നിവിടെ വരികയും ഇവിടെ 22ഓളം വീടോളം ഞങ്ങൾ ഫോഗിങ് ചെയ്തു, അണുനശീകരണം നടത്തി. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന അതുപോലെയുള്ള മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടെയൊക്കെ വൃത്തിയാക്കുന്ന കാര്യങ്ങളിലും ഞങ്ങൾക്ക് ഏർപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ സമീപ പ്രദേശത്തെ ആളുകളൊപ്പം അവരുടെ ഈ പ്രയാസത്തിൽ ഞങ്ങൾ പങ്കുചേർന്ന് വേണ്ട നടപടികൾ കൈക്കൊണ്ടതിൽ ഞങ്ങൾ ഏറെ കൃതജ്ഞരാണ്. വെട്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതേസമയം ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരാരും തിരിഞ്ഞു നോക്കിയില്ലെന്നും യൂത്ത് ലീഗ് ആരോപിച്ചു. ഡെങ്കിപ്പനി ബാധിച്ചയാളുടെ വീട്ടിൽ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം സന്ദർശിച്ചില്ലെന്ന ആരോപണം ശരിയല്ലെന്ന് യൂത്ത് ലീഗ് ഭാരവാഹിയായ ജയ്സൽ. വെട്ടം പഞ്ചായത്ത് വാർഡ് 7 ഈസ്റ്റ് അരിക്കാഞ്ചിറയിൽ ഡെങ്കിപ്പനി ബാധിച്ച വീട്ടിൽ ഉദ്യോഗസ്ഥരും ആർആർടി അംഗങ്ങളും തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിക്കെതിരെ യൂത്ത് ലീഗ് ഭാരവാഹി രംഗത്ത്. വൈറ്റ് ഗാർഡ് അംഗവും യൂത്ത് ലീഗ് നേതാവുമായ ജയ്സലാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് യൂത്ത് ലീഗ് ആരോപണം ഉന്നയിച്ചത്. ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത നാൾ മുതൽ തന്നെ മെമ്പറും ആർആർടി അംഗങ്ങളും ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകി വന്നിരുന്നതാണെന്നും വാർത്ത അനവസരത്തിലായിപ്പോയെന്നും അദ്ദേഹം പറഞ്ഞു. 7-ാം വാർഡിൽ ഈ വിഷയം ഡെങ്കി റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ ആ കുടുംബത്തിന് വേണ്ട പരിഗണന കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ആർആർടി അംഗങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മറ്റുള്ള വിഷയത്തിലാണെങ്കിലും. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു പ്രതിഷേധം വൈറ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്ന് വന്നു എന്നുള്ളത് ഞാനും ഒരു പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് അംഗം എന്ന നിലയിൽ ഈ പ്രദേശത്ത് അവർ വന്ന സംഗതി അറിയാതെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഗാർഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിൽ ഈ പറഞ്ഞ പ്രതിഷേധത്തിലുണ്ടോ എന്നുള്ളതും കണ്ടറിയേണ്ടത്. ഇവർ ഏത് തരത്തിലുള്ള ഒരുപക്ഷെ ആ വീട്ടുകാർക്കുള്ള പരിഗണന അപ്പുറം ആ പ്രദേശത്തുള്ള ആളുകൾ ഇവരെ ബന്ധപ്പെട്ടതുകൊണ്ടാണോ എന്തോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഇത്തരത്തിൽ ഒരു സങ്കുചിതമായ ഒരു നടപടിയായി പോയി എന്നുള്ള കാര്യത്തിൽ ചെറിയ തരത്തിലൊരു പ്രതിഷേധം ആർആർടി ഭാഗത്തുനിന്ന് ഉണ്ട്, ഞങ്ങളുടെ ആർആർടി ഭാഗത്തുനിന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശാനുസരണം ആർആർടി അംഗങ്ങൾ ഉൾപ്പെടെ സമീപ വീടുകളിൽ ബോധവൽക്കരണവും അണുനശീകരണവും നടത്തിയെന്നും മഹാമാരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുമ്പോൾ തെറ്റായ വാർത്തകൾ നൽകുന്നതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഡെങ്കി റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ ആ വീടുകളും ആ പരിസരവും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ JPHനും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ആർആർടിയിലുള്ള എല്ലാ അംഗങ്ങളും വാർഡ് മെമ്പറും ഞാനും അടക്കമാണ്. ഞാൻ ആ ഏരിയയുടെ ഒരു ആശാപ്രവർത്തക കൂടിയാണ്. ആ വീട് മുഴുവൻ സോഴ്സ് റിഡക്ഷൻ നടത്തുകയും അതിന് പുറമെ ഇന്നലെ ഞങ്ങൾ എല്ലാ വീടുകളും ക്ലോറിനേറ്റ് ചെയ്യുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ആശാപ്രവർത്തക ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ JHIയെയും JPHനെയും വിളിച്ച് വിവരമറിയിക്കും. ആ കാര്യവും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചാണ് JPHN ഞങ്ങളെ കൂടെ വരികയും ഞങ്ങളോടൊപ്പം എല്ലാ വീടുകളും കയറിയിറങ്ങി എല്ലാ നിർദ്ദേശവും എല്ലാ വീട്ടുകാർക്കും കൊടുക്കുകയും ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ എല്ലാ വീടുകളും ക്ലോറിനേറ്റ് ചെയ്യുകയും കൂടി ചെയ്തിന്. ആ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളും ക്ലോറിനേറ്റ് ചെയ്തതാണ്. ഈ ചാത്തങ്ങാട്ടിൽ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ 15-ാം തീയതിയാണ് ഡെങ്കി റിപ്പോർട്ട് ചെയ്യുന്നത്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ 15-ാം തീയതി ആശാവർക്കർ എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ ആശാവർക്കറും കൂടെയാണ്, അവരും വാർഡ് മെമ്പറും RRT ടീമും കൂടെ അന്ന് അവിടെ 15-ാം തീയതി അവിടെ ചെന്നിരുന്നത്. അപ്പോൾ അവിടെ ഡെങ്കി റിപ്പോർട്ട് ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ പിറ്റേന്ന് 16-ാം തീയതി തന്നെ അവിടെ പോയിട്ട് ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കറും RRT ടീമും മെമ്പർമാരും അടക്കമുള്ളവർ 16-ാം തീയതി അവിടെ പോയിട്ട് അവരോട് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ചുറ്റുപ്രദേശത്തുള്ള വീടുകളിലൊക്കെ പോയി ഈ ഡെങ്കി വന്നാലുള്ള അവസ്ഥകളും ഈ കൊതുകിനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോയി പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും ബോധവൽക്കരണം നടത്തി. അതിനുശേഷം അന്ന് തന്നെ അവിടെ വീട് അണുവിമുക്തമാക്കുകയും ചെയ്ത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ അടിസ്ഥാനരഹിതമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിക്കും തെറ്റാണ്. ഇതിനൊക്കെ ശേഷം വൈറ്റുകാരൻ്റെ നേതൃത്വത്തിൽ അവർ ആ പ്രദേശത്ത് അണുവിമുക്തമാക്കിയിട്ട് ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതിഷേധമുണ്ട്. കാരണം ഈ ഒരു പശ്ചാത്തലത്തിൽ ഡെങ്കി കോവിഡും ഇങ്ങനെ പകർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എല്ലാവരും ഇത്ര ഏകീകരിച്ചിട്ട് ഇത്രയും നല്ല രീതിയിൽ എങ്ങനെ ഇവിടെ നീക്കം ചെയ്യണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഇങ്ങനെ രാഷ്ട്രീയഭേദമായിട്ട് ഇങ്ങനൊരു ഇടപെടൽ നടത്തിയിട്ട് ഇവർ ഈ ചാനലിൽ വിളിച്ചു വരുത്തി ചെയ്തത് തികച്ചും തെറ്റായ പ്രവണതയാണ്. ഇതിനെതിരെ ഒറ്റക്കെട്ടായി നേരിടാൻ നടക്കുന്ന എല്ലാവർക്കും ഇതൊരു പിന്നോട്ട് നയിക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് തോന്നുക. അതുകൊണ്ട് ഇങ്ങനത്തെ നടപടികൾ ഇവരെടുത്ത നടപടികൾ ഒരിക്കലും ശരിയല്ല. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ പോയി ചെയ്തതാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ KTF താനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകളും പൾസ് ഓക്സിമീറ്ററുകളും താനൂർ നഗരസഭയിലേക്ക് കൈമാറി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആവശ്യമായ ഭക്ഷ്യക്കിറ്റുകളും പൾസ് ഓക്സിമീറ്ററുകളും താനൂർ നഗരസഭയ്ക്ക് കൈമാറിയത്. നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. താനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ അവരുടെ ഭാഗത്തു നിന്നും താനൂർ മുനിസിപ്പാലിറ്റിയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായി അവരുടെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയെന്നോണം ഇന്നലെയും മെനിയാന്നുമായി തന്നതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് വീണ്ടും അവർ ഭക്ഷണ കിറ്റുകളും 6 പൾസ് ഓക്സിമീറ്ററും കൂടെ തന്നിരിക്കുകയാണ്. നമ്മുടെ ആവശ്യം ഭക്ഷണ കിറ്റായിരുന്നു പ്രധാന ആവശ്യമെന്ന് അവരെ അറിയിച്ച ഉടനെ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് ഇന്ന് തന്നെ അടിയന്തരമായി ആവശ്യമുള്ള 20 കിറ്റുകൾ എത്തിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്നുകൂടി സഹകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്ക്ഡൗൺ മുതൽ ഈ തവണത്തെ ലോക്ക്ഡൗണിൽ വരെ കൃത്യമായ ഇടവേളകളിൽ ആവശ്യമായ രീതിയിലൊക്കെ KTFിൻ്റെ ഇടപെടലുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ അവരോട് എപ്പോഴും കടപ്പെട്ടവരാണ്. ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ KTFിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾ തുടർന്നുണ്ടാവട്ടെ എന്ന് കൂടി ഇത്തരത്തിൽ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും അവർ ചെയ്തെന്നുള്ള എല്ലാ കാര്യങ്ങളോടും നന്ദിയും കടപ്പാടും അറിയിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അലി അക്ബർ, KTF ഉപജില്ലാ നേതാക്കളായ റസാഖ് തക്കയിൽ, CN മുജീബ് റഹ്മാൻ, അനസ് ബാബു, VVN നവാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തലക്കാട് യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അണുനശീകരണം നടത്തി. തലക്കാട് പഞ്ചായത്തിൽ 12-ാം വാർഡിലാണ് തലക്കാട് യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ അണുനശീകരണം നടത്തിയത്. വാർഡിലെ നമസ്കാര പള്ളികൾ, ആയുർവേദ ഡിസ്പെൻസറി, റേഷൻ കട, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് അണുനശീകരണം നടത്തിയത്. യൂത്ത് കെയർ പ്രവർത്തകരായ TV രതീഷ്, കോട്ടത്തറ അനീഫ, റിയാസ്, സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ കളക്ടറുടെയോ DMOയുടെയോ നിർദ്ദേശമില്ലാതെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും വെന്റിലേറ്റർ മാറ്റാൻ ആശുപത്രി അധികൃതർ കൂട്ടുന്നതായി DYFI ആരോപിച്ചു. 3 വെന്റിലേറ്ററുകൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കൂട്ടുനിന്ന ആശുപത്രി സൂപ്രണ്ടിന്റെയും ചില ഡോക്ടർമാരുടെയും ഒത്താശ മൂലമാണെന്ന് DYFI തിരൂർ ബ്ലോക്ക് കമ്മിറ്റി കുറ്റപ്പെടുത്തി. തിരൂരിൽ അവരവർ ഡയാലിസ് ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ തന്നെ ഡയാലിസ് ചെയ്യണമെന്ന് സർക്കാരിൻ്റെ ഉത്തരവ് നിലനിൽക്കെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. അവരെ ജില്ലാ ആശുപത്രിയിൽ പോയി ഡയാലിസ് ചെയ്യണമെന്ന് പറഞ്ഞയക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഒരു കാരണവശാലും അത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. അവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് നിലനിൽക്കെ ആ പ്രവർത്തനം നടത്താതെ തങ്ങളുടെ ചുമലിൽ നിന്ന് ഈ ഉത്തരവാദിത്തങ്ങളാകെ തട്ടിത്തെറിപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ ജില്ലാ ആശുപത്രി അധികാരികൾ പോകുന്നുണ്ട്. അത് നമ്മുടെ ജില്ലയിലെ ആകമാനം നമ്മുടെ ഈ തീരദേശ പ്രദേശങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ജില്ലാ ആശുപത്രി പാവപ്പെട്ട രോഗികളാണ് ജില്ലാ ആശുപത്രി ഡയാലിസ് ചെയ്യുന്നത്. അവർക്ക് ഇരട്ടി വില കൊടുത്ത് മഞ്ചേരിയിലേക്ക് പോകണമെങ്കിൽ വാഹന സൗകര്യം ഏർപ്പെടുത്തണം. മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പോകണമെങ്കിൽ പോസിറ്റീവ് കേസിന് ഇരട്ടി സംഖ്യയാണ് ഡയാലിസിസ് ചെലവ് വരുന്നത്. അപ്പോൾ അത്തരം ആളുകളുടെ പ്രയാസങ്ങൾ പരിഗണിക്കാത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. കോവിഡ് പോസിറ്റീവായ ഡയാലിസിസ് രോഗികൾക്ക് അതത് ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ സൗകര്യം ചെയ്യണമെന്ന ഉത്തരവുണ്ടായിട്ടും തിരൂർ ജില്ലാ ആശുപത്രി ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്ന് മഞ്ചേരിയിലേക്ക് റഫർ ചെയ്യുന്നതിൽ നിന്നും അധികൃതർ പിന്തിരിയണമെന്നും ജില്ലാ ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യം കൂടെ നടപ്പാക്കണമെന്നും DYFI നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരളത്തിലാകമാനവും നമ്മുടെ ആശുപത്രികൾ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന മികച്ച സേവനം നടത്തുന്ന സമയത്ത് അതിന് ഈ ആരോഗ്യ പ്രവർത്തകരാകെ മുന്നിട്ടിറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്.
ഡിവൈഎഫ്ഐ ഈ പറയുന്ന നിലപാടിൽ സൂപ്രണ്ട് ഉൾപ്പെടെ എടുക്കുന്ന ഈ നിലപാടിൽ അത്യന്തം പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഈ നിലപാട് തന്നെയാണ് ജില്ലാ ആശുപത്രിയുടെ അധികാരികൾ തുടർന്നു പോകുന്നത് എങ്കിൽ ഡിവൈഎഫ്ഐക്ക് ഈ കോവിഡ് കാലത്തും ഒരു ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്താൻ കഴിയേണ്ടി വരുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സംബന്ധിച്ച് പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ആവശ്യമായ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഡിവൈഎഫ്ഐക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തിരൂർ ജില്ലാ ആശുപത്രിയിൽ മതിയായ സൗകര്യമൊരുക്കാതെ വെന്റിലേറ്റർ മാറ്റാൻ കൂട്ടുന്നവർക്കെതിരെ അന്വേഷണം വേണമെന്ന് CPI തിരൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടറുടെയോ DMOയുടെയോ നിർദ്ദേശമില്ലാതെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും വെന്റിലേറ്ററുകൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കൂട്ടുനിന്നവർക്കെതിരെ അന്വേഷണം വേണമെന്ന് CPI തിരൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഡയാലിസ് ചെയ്യുന്ന രോഗികൾക്ക് ആവശ്യമായ വെന്റിലേറ്റർ സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വേണ്ടത്ര സൗകര്യം ഏർപ്പെടുത്തേണ്ടത് കാര്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്നും ഗൗരവമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഈ രംഗത്ത് ആരോഗ്യരംഗത്ത് ഗൗരവമായി ഇടപെട്ടുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുമ്പോൾ തിരൂർ നിയോജക മണ്ഡലത്തിലുള്ള ഈ ജില്ലാ ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് വളരെ ഗൗരവമായിട്ടുകൊണ്ട് കാണേണ്ടതുണ്ട്. ഒരു ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിനെ മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ വെന്റിലേറ്ററുകളെല്ലാം തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയാനുള്ളത്. ആശുപത്രി സൂപ്രണ്ടിന്റെയും ചില ഡോക്ടർമാരുടെയും ഒത്താശ മൂലമാണെന്ന് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത്. കോവിഡ് പോസിറ്റീവായി ഡയാലിസിസ് രോഗികൾക്ക് അതായത് ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ സൗകര്യം ചെയ്യണമെന്ന ഉത്തരവുണ്ടായിട്ടും തിരൂർ ജില്ലാ ആശുപത്രിയിൽ മതിയായ സൗകര്യം ഒരുക്കാത്തത് പ്രതിഷേധാർഹമാണ്. നമ്മുടെ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ആശ്രയിക്കുന്ന തിരൂരിലെ പ്രമുഖമായിട്ടുള്ള ഒരു ജില്ലാ ആശുപത്രി അതിൻ്റെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. തീരപ്രദേശമെല്ലാം ഉള്ള ഈ പ്രദേശമെല്ലാം ഉൾപ്പെടുന്ന ആശ്രയിക്കുന്ന തിരൂരിലെ ജില്ലാ ആശുപത്രി ഒരുപാട് പരിമിതികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉള്ള സൗകര്യങ്ങളെല്ലാം വിപുലപ്പെടുത്തേണ്ടതുണ്ട്. വളരെ ഈ കാര്യത്തിൽ ഗൗരവമായിക്കൊണ്ട് ഇടപെടേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റി ഈ രംഗത്ത് ഈ കാര്യത്തിലൊന്നും തന്നെ വേണ്ടത്ര ശ്രദ്ധ പതിക്കുകയോ ആ രീതിയിൽ വേണ്ടമായ രൂപത്തിൽ നല്ല രൂപത്തിൽ ഇടപെടുക ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ പ്രതിഷേധമുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ശക്തമായി കൊണ്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നു. ജില്ലാ ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യം ഉടൻ നടപ്പാക്കണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തിരൂർ നഗരസഭ ജാഗ്രത കാണിക്കണം. 700-ലധികമാണ് കോവിഡ് ബാധിതരുടെ എണ്ണം. DCC കെയർ സെന്ററിൽ മതിയായ സൗകര്യം ഒരുക്കണമെന്നും CPI തിരൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ട്രിപ്പിൾ ലോക്ക്ഡൌണിനിടെ കുതിരയുമായി ചുറ്റാനിറങ്ങിയയാളെ പോലീസ് തിരിച്ചയച്ചു. താനൂർ പോലീസ് മൂച്ചിക്കലിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് കുതിരയുമായി പെരുവഴിയമ്പലം സ്വദേശി എത്തിയത്. ട്രിപ്പിൾ ലോക്ക്ഡൌണിനിടെ കുതിരയുമായി സവാരിക്കിറങ്ങിയ ആളെയാണ് പോലീസ് തിരിച്ചയച്ചത്. കഴിഞ്ഞ ദിവസം മൂച്ചിക്കലിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് കുതിരയുമായി വന്നയാളെ താനൂർ പോലീസ് തിരിച്ചയച്ചത്. കുതിരയുടെ മാനസികോല്ലാസത്തിന് വേണ്ടിയാണ് സവാരി നടത്തുന്നതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. വിവരമറിഞ്ഞ പോലീസ് വീട്ടുപരിസരത്ത് സവാരി നടത്തിയാൽ മതിയെന്ന മറുപടിയോടെയാണ് തിരിച്ചയച്ചത്. തെക്കുമുറി NSS മേഖല മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം നിയുക്ത MLA കുർക്കോളി മൊയ്തീൻ നിർവഹിച്ചു. തിരൂർ തെക്കുമുറി NSS മേഖല മുസ്ലിം യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രദേശത്ത് 400 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത്. തെക്കുമുറിയിൽ നടന്ന പരിപാടിയിൽ നിയുക്ത MLA കുർക്കോളി മൊയ്തീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് വളരെ നല്ല ഒരു പുണ്യമുള്ള ഒരു സംഗതിയിലാണ് നമ്മൾ എല്ലാവരും കൂടി ഏർപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇവിടുത്തെ യൂത്ത് ലീഗ് കമ്മിറ്റിയെ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെ പ്രയാസത്തിൽ കഴിയുന്ന സന്ദർഭമാണ്. സാമ്പത്തികമായി സ്വല്പം ശേഷിയുള്ള ആളുകൾ പോലും ഭക്ഷണം കിട്ടാതെയും മറ്റു വിഷയങ്ങൾ കാരണവും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. കടകൾ അടഞ്ഞുകിടക്കുന്നു, പള്ളികൾ തുറക്കപ്പെട്ടിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നമുക്ക് കഴിയുന്നില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ ഭക്ഷണ സാമഗ്രികൾ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭക്ഷണത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കി അവർ വീടുകളിൽ എത്തിക്കുവാൻ സന്നദ്ധരായ നമ്മുടെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. വളരെ ഈ കാലോചിതമായി ഉള്ള ഒരു ഇടപെടലാണ് യൂത്ത് ലീഗ് നടത്തുന്നത്. ഞാൻ പ്രത്യേകം അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി. പ്രതിസന്ധിയുടെ കാലത്ത് ഒരു നാടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് യുവാക്കൾ മുന്നിട്ട് വരുന്നത് ഏറെ പ്രശംസനീയമാണെന്ന് കുർക്കോളി മൊയ്തീൻ പറഞ്ഞു.
കോവിഡ് രോഗികൾക്ക് മരുന്ന്, മറ്റ് ആവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തും ഓക്സിമീറ്റർ, കോവിഡ് പോസിറ്റീവായ രോഗികളുടെ വീടുകളിൽ സാനിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളുടെ കൂടെ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ഉണ്ടാകുമെന്നും അമീർ കുഴുപ്പയിൽ പറഞ്ഞു. പരിപാടിയിൽ പ്രസിഡന്റ് ഖാദർ, ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ യൂസഫ്, യൂത്ത് ലീഗ് പ്രസിഡന്റ് യാസിർ, സെക്രട്ടറി സാബിത്ത്, CP മുനീർ ബാബു, മുനീർ ഷിഹാബ്, സാദിഖ്, സമീർ ബാബു, ബാപ്പുട്ടി, രഞ്ജിത്ത് എന്നിവർ സംബന്ധിച്ചു. തിരൂർ നഗരസഭ 31-ാം വാർഡ് RRT അംഗങ്ങളുടെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് ബോധവൽക്കരണം നടത്തി. തിരൂർ നഗരസഭ 31-ാം വാർഡ് RRT പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് അതിഥി തൊഴിലാളികൾക്ക് കോവിഡ് സംബന്ധിച്ച് ബോധവൽക്കരണ നോട്ടീസ് നൽകിയത്. ഇതോടൊപ്പം അതിഥി തൊഴിലാളികൾക്കുള്ള ഭക്ഷ്യക്കിറ്റിന്റെ വിതരണവും നടന്നു. തിരൂർ ലേബർ ഓഫീസർ ഷഹീർ അലി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് S. ഗിരീഷ്, RRT വോളണ്ടിയർമാരായ നേഹ, അഹമ്മദ് അൻഫാരിസ്, അഫ്സൽ, കീർത്തി, വിഷ്ണു, റാഷി, ഷെരീഫ് എന്നിവർ സംബന്ധിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആരംഭിച്ചതു മുതൽ JCI തിരൂരിൽ നടത്തിവന്ന ഉച്ചഭക്ഷണ വിതരണം അവസാനിച്ചു. നഗരസഭ നേരിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിക്കുന്നതിന്റെ സാഹചര്യത്തിലാണ് JCI ഭക്ഷണ വിതരണം നിർത്തിവെച്ചത്. തിരുപ്പൂക്കയിൽ കുളങ്ങര വീട്ടിൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ ഫാസിൽ നിര്യാതനായി. 39 വയസ്സായിരുന്നു. തിരൂർ MA സെൻട്രൽ സ്കൂൾ അധ്യാപിക ലുബിനയാണ് ഭാര്യ. ഫാത്തിമ നഹല, ഫാത്തിമ നസ്രിൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്നു. 188 പേർ കൂടി മരണത്തിന് കീഴടങ്ങി. രോഗബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 25,820 പേർക്ക് രോഗബാധ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,13,205 സാമ്പിളുകൾ. 37,316 പേർ രോഗമുക്തരായി. കൂടുതൽ രോഗികൾ മലപ്പുറത്ത്. 4,074 പേർക്ക് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 31.53%. 5,502 പേർ രോഗമുക്തി. നിയന്ത്രണം കടുപ്പിച്ച് മലപ്പുറത്ത് ഒറ്റ ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. മെഡിക്കൽ സേവനങ്ങൾ ഒഴികെ മറ്റു മേഖലകളെല്ലാം അടഞ്ഞുകിടന്നു. ജില്ലാ അതിർത്തിയിലും പ്രധാന നിരത്തുകളിലും കർശന പരിശോധന. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ADGP വിജയ് സാക്കറെ. ഞായറാഴ്ച ഏർപ്പെടുത്തിയ നിയന്ത്രണം തിരൂരിലും പൂർണ്ണമായി. കൽപ്പകഞ്ചേരിയിൽ കോടികൾ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടി. പിടിച്ചെടുത്തത് 1 കോടി രൂപയോളം വില മതിക്കുന്ന സിന്തറ്റിക് ഡ്രഗ് വിഭാഗത്തിൽപ്പെടുന്ന MDMA. മരുന്നെത്തിച്ചത് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടെന്ന സൂചന. 8-അംഗ സംഘം അറസ്റ്റിൽ. ജില്ലാ കളക്ടറുടെയോ DMOയുടെയോ നിർദ്ദേശമില്ലാതെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വെന്റിലേറ്റർ മാറ്റാൻ ആശുപത്രി അധികൃതർ കൂട്ടുനിന്നതായി DYFI ആരോപണം. വെന്റിലേറ്റർ മാറ്റാൻ കൂട്ടുന്നവർക്കെതിരെ അന്വേഷണം വേണമെന്ന് CPI. താനാളൂരിൽ കോവിഡ് രോഗവ്യാപനം അതിരൂക്ഷം. നിലവിൽ രോഗബാധിതർ 600 കടന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 42%. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ പഞ്ചായത്ത് തല RRT യോഗത്തിൽ തീരുമാനം. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.